ഹായ് ബ്രോസ്, ഇത് ഞാനൊരു 1000 രൂപ കൊടുത്ത് വാങ്ങിയൊരു മിനി കൂളർ എന്ന് പറഞ്ഞ സാധനമാണ്. ഫാൻ വരുന്നുണ്ട്, അതിനോടൊപ്പം ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വെള്ളം ഒഴിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ടോ നമുക്ക് കൂളർ കണക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തതേ ഉള്ളൂ, ബാക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല. ഞാനത് നോക്കണം ഓരോന്നായിട്ട്. കാരണം നമുക്കിതിൽ ഫാനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്പീഡ് വരുന്നുണ്ട് ഫാനിന്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഭാഗം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് വയ്ക്കുന്ന ഭാഗത്തുനിന്ന് നമുക്കതൊന്ന് സ്പ്രേ ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് ഒരു ഇത് വന്നു, സെക്കൻഡ്, തേർഡ്, അതായത് 3 ഇതിലായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പം 5 ഇതിലായിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. ആ വെള്ളം നമുക്ക് ഈ ഫാനിൻ്റെ ഇതിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്തേക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കൂളിംഗ് ആയിരുന്നു ഒരു കൂളർ എന്നുള്ള ലെവലിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലദോഷം പിടിക്കാനുള്ള സാധ്യത കൂടുതലായി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് അവർ ലൈറ്റ് മോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്കത് ചെക്ക് ചെയ്യാം. ഒന്ന് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. രണ്ട്, 3, 4, 5, 6, ഇങ്ങനൊരു 6 ടൗണിലത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എങ്ങനെയാണ്, എത്ര സമയമാണെന്നുള്ളതിനെക്കുറിച്ച് മാനുവൽ വായിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഞാനിപ്പോൾ നിലവിൽ വായിച്ചിട്ടില്ല, ഞാനിന്ന് നോക്കുകയാണ്. ഇതിപ്പം എത്ര മണിക്കൂർ ടൈമിംഗ് ആണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പം 3 ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാനത് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരിത് ഓണാക്കി, 2 ഓണാക്കി, ഫുള്ള് ഓണാക്കി വെച്ചേക്കാണ്. നമുക്ക് അത്യാവശ്യം ചെറിയൊരു, അതായത് കൂളിംഗ് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു റൂമിനകത്തായതുകൊണ്ട് തന്നെ. യൂസർ മാനുവൽ, നമ്മുടെ യൂസർ മാനുവൽ ഇതാണ്. അതിൽ ഫ്രണ്ടിലൊരു പടം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഇതിൽ വാട്ടർ ടാങ്ക് ഓപ്പൺ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. തേർഡ് വന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്താ, ഓപ്പൺ ആൻഡ് ലോക്കിൻ്റെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്ത് വയ്ക്കാൻ പറ്റുമെന്നുള്ള ലെവലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്ക് സാധനങ്ങൾ നമുക്ക് മുകളിലുള്ള അടപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സാധനം വന്നതിനകത്ത് ആ ഹാൻഡിൽ വരുന്നതിനുള്ള അത് മിസ്സായിട്ടുണ്ട്. ഹാൻഡിൽ വയ്ക്കാൻ വിട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഫാന് 3 ടൈപ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ലോവ്, എൻ, ഹൈ, അതുപോലെ തന്നെ സ്പ്രേ ഹ്യൂമിഡിഫിക്കേഷന് 1, 3, 5. കസതയ്ക്ക് 7 കളർ ലൈറ്റ്സാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 6ആണ് കണ്ടത്. ഇനിയിപ്പോൾ കൗണ്ട് തെറ്റിയതാണെന്ന് അറിയില്ല, ഒന്നുകൂടെ നോക്കാം. ടൈമർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഇത് എത്ര സമയം കഴിഞ്ഞ് ഓഫ് ചെയ്യണം എന്നതിൻ്റെ ഇതാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞില്ല, ഈ ഇങ്ങനെ ഒരുപാട് സ്പ്രേ ചെയ്ത് നിൽക്കുമ്പോഴത്തേനും അത് നമുക്ക് ജലദോഷത്തിനുള്ള സാധ്യത ഉണ്ട്. 1 അവർ കഴിഞ്ഞ് ഓഫ് ചെയ്യണോ, 2 hours കഴിഞ്ഞ് ഓഫ് ചെയ്യണോ, 3 hours കഴിഞ്ഞ് ഓഫ് ചെയ്യണോ എന്നുള്ളതാണ് ആ മേളിൽ കൊടുത്തിരിക്കുന്ന ടൈമറിൻ്റെത്. അത് നമ്മുടെ ഇതനുസരിച്ചിട്ടാണ്, ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ. വളരെ ഈസിയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഗുരിയെടുക്കാനും തിരിച്ച് ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നതിനൊക്കെ വളരെ എളുപ്പമാണെന്നുള്ള ലെവലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, USB പ്ലഗിൻ കൊടുക്കാം, അല്ലാതെ USB അഡാപ്റ്റർ ഔട്ട്പുട്ട് എടുക്കാം, പിന്നെ പോർട്ടബിൾ സോഴ്സിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാം എന്നുള്ള ലെവൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അവർ വച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാപ്റ്റർ എന്നുള്ളത് വെച്ചിട്ടില്ല, ഒരു കേബിൾ മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത്. C ടൈപ്പ് കേബിളാണ്, അതിനാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഹൈറ്റും വിഡ്ത്തുമെല്ലാം അവർ പറഞ്ഞതുപോലെ തന്നെയാണ്. 10 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്, വിഡ്ത്തും ചെറിയ രീതിയിലുള്ളൊരു വിഡ്ത്തുണ്ട്. ബാക്കി യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് അറിയാൻ സാധിക്കൂ. ഓക്കെ, ഇന്നത്തെ യൂസേജിനെ കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളത് കൊടുക്കാം. അതാണ്. ഓക്കെ.